എങ്ങനെയാണ് മാജിക് നീഡിൽസിൽ നിന്നും പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുന്നതെന്നും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ മാജിക് നീഡിൽസ് എന്ന് സെർച്ച് ചെയ്യാം. ആദ്യം കാണുന്നതാണ് മാജിക് നീഡിൽസിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത്. ഈ കാണുന്നതാണ് മാജിക് നീഡിൽസിൻ്റെ വെബ്സൈറ്റ്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് യാൺസ്, ഹൂക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഓരോ പിക്ചേഴ്സും ഓരോ ലിങ്കുകളാണ്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, അത് വാങ്ങാനുള്ള ഓപ്ഷൻ എല്ലാം ആ പേജിലുണ്ടാവും. മാജിക് നീഡിൽസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സ്റ്റോക്കുകളെ കുറിച്ചാണ് വാട്ട്സ് ന്യൂയിൽ പറയുക. ക്ലിയറൻസ് സോൺ എന്ന് പറയുന്നത് ക്ലിയറൻസ് സെയിലാണ്. പിന്നെ കാണിച്ചിരിക്കുന്നത് കുറച്ച് ക്രോഷ്യ പ്രോഡക്ട്സ് ആണ്. ക്രോഷ്യ പ്രോഡക്ട്സും മാജിക് നീഡിൽസിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഇനി വെബ്സൈറ്റിനെ കുറിച്ച് തീരെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഈ കാണുന്നതാണ് ഹോം പേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഐക്കണാണ് ഈ താഴെ ഒരു വീടിൻ്റെ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിഷ് ലിസ്റ്റ് ആണ്. ഒരുവിധം എല്ലാവർക്കും ഇതിൻ്റെ ഉപയോഗം അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയാം. നമ്മളിപ്പോൾ മാജിക് നീഡിൽസിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ നമ്മളിപ്പോൾ വാങ്ങുന്നില്ല, അടുത്ത മാസം ആവട്ടെ, അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് വരും, അപ്പോൾ വാങ്ങാം എന്നിങ്ങനെ കരുതി നമ്മൾ കുറേ പ്രോഡക്ട്സ് ഒക്കെ നോക്കി കുറേ നല്ല നല്ല യാണുകളൊക്കെ കണ്ടു. പക്ഷേ നെക്സ്റ്റ് മന്തിൽ നമ്മൾ വരുമ്പോൾ അയ്യോ അന്ന് കണ്ട യാണൊക്കെ എവിടെയാണ്, അയ്യോ അതെവിടെയാണെന്ന് അറിയാൻ വയ്യ എന്ന് കരുതുന്ന പലരും ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ കാണുന്ന പ്രോഡക്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് ഒന്ന് സേവ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ വിഷ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ പ്രോഡക്ട്സിലും വിഷ് ലിസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഞാനിവിടെ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത പ്രോഡക്ട്സ് എല്ലാം ഇവിടെ ഉണ്ടാകും. ഇനി ഇത് മാത്രം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയാകും. അടുത്തത് വരുന്നത് സെർച്ച് ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എടുത്താൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് സെർച്ച് ചെയ്തെടുക്കാം. 6 പ്ലൈ യാൺ വേണോ, 4 പ്ലൈ യാൺ വേണോ, കോട്ടൺ യാൺ വേണോ, നമുക്ക് ഓരോന്നും സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതാണ് ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഈ സൈറ്റിലേക്ക് എത്തുന്നവർ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡിയോ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എനിക്കിവിടെ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഞാൻ മുന്നേ ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ്. ഞാൻ എപ്പോഴാണ് ഇത് ഓർഡർ ചെയ്തത്, അത് ഡെലിവേർഡ് ആയിട്ടുണ്ടോ, അതിൻ്റെ വില എത്രയായിരുന്നു, ഇനിയും വാങ്ങണോ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെനു ഐക്കൺ. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാട്ട്സ് ന്യൂ, യാൺസ്, ടൂൾസ്, ഹാൻഡ് മെയ്ഡ്. ഇത് ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യാം. അടുത്ത വരുന്നത് മാജിക് നീഡിൽസിൻ്റെ മെമ്പർഷിപ്പ് പ്ലാനാണ്. 2 ടൈപ്പ് പ്ലാനാണ് വരുന്നത്, 299 499. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും വാലിഡിറ്റിയും ബെനിഫിറ്റ്സും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് അതൊക്കെ വായിച്ച് നോക്കി പ്ലാനിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഇന്ന് വരെ ഇവരുടെ പ്ലാനിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു പ്രോഡക്റ്റിൻ്റെ വില വരുന്നത് 324 റുപ്പീസാണ്. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് 275-നും 290-ക്കൊക്കെയാണ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് കാർട്ടാണ്. നമുക്ക് വാങ്ങാനുള്ള പ്രോഡക്ട്സ് ഈ കാർട്ടിലേക്ക് ആഡ് ചെയ്തിടാം. ബിഗിനേഴ്സിനെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒന്നാണ് അവർ ചെയ്യുന്ന പ്രോജക്റ്റിന് ചൂസ് ചെയ്യേണ്ട യാൺ ഏതാന്നുള്ളത്. അതിനുള്ളൊരു സൊല്യൂഷൻ മാജിക് നീഡിൽസിനുണ്ട്. അതിനായിട്ട് മെനുവിൽ വരിക, യാൺസ് എടുക്കുക, ബൈ പ്രോജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ പല ടൈപ്പ് പ്രോജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ആമിഗുരുമി, ബേബി പ്രോഡക്ട്സ്, കാസ്റ്റേഴ്സ്, ഷോൾസ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏതാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ടോപ്സ്, ബ്രാലറ്റ്സ്, ഷോർട്സ് അതിനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ചെയ്യേണ്ട യാണുകളുടെ ഒരു ലിസ്റ്റ് എനിക്കിവിടെ തന്നിട്ടുണ്ട്. യാൺസിൽ തന്നെ വേറെ കുറച്ച് ഓപ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ബൈ ബ്രാൻഡ്, ബൈ ഫൈബർ, ബൈ തിക്നെസ്. അതിലൊരെണ്ണം കൂടി നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ബൈ ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. പല ബ്രാൻഡിൻ്റെ യാണുകളാണിത്. ഞാനിവിടെ ഷനീൽ ബൾക്കി യാൺ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഷനീൽ ബൾക്കി യാണിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഞാൻ ബ്ലൂ ചൂസ് ചെയ്യുകയാണ്. ഇവിടെ താഴെയായിട്ട് അതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 94 റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത്. മാജിക് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് 85 റുപ്പീസും 89 റുപ്പീസിനുമാണ് സെയിൽ ചെയ്യുന്നത്.
ഇതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ബേബി ബ്ലൂ 59152 എന്നുള്ളതാണ് ഷെയ്ഡ് വരുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റു ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. 100% പോളിസ്റ്റർ ആണ്. വെയിറ്റ് 5 ആണ് വരുന്നത്. ബൾക്കി ചങ്കി യാൺ ആണ്. അതിൽ ഉപയോഗിക്കേണ്ട ഹൂക്ക് സൈസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും താഴെയായിട്ട് പിൻകോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിൻകോഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്കതിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എത്ര എണ്ണം വേണം, 1 2 3 കൊടുക്കാം. ആഡ് ടു കാർട്ടിൻ്റെ ഓപ്ഷൻ കൊണ്ടുണ്ട്. ആഡ് ടു കാർട്ട് നമുക്ക് കൊടുത്തിട്ട് വാങ്ങാനുള്ള പ്രോഡക്ട്സിൻ്റെ ഒരു കാർട്ടിലേക്ക് നമുക്കിത് ആഡായി കിട്ടും. ഇപ്പോൾ ഇവിടെ കാർട്ടിൽ 655 രൂപയ്ക്ക് കൂടി പ്രോഡക്ട്സ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിന് എലിജിബിൾ ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ പേജിന് തന്നെ താഴെയായിട്ട് ചെക്കൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പിന്നുള്ളത് പേയ്മെൻറ്റ് മെത്തേഡാണ്. കാർഡ് പേയ്മെൻ്റ് ആണോ UPI പേയ്മെൻ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് തന്നെയാണോ നമുക്ക് പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കും. വേറൊരു അഡ്രസ്സിലേക്കാണ് പ്രോഡക്റ്റ് എത്തിക്കേണ്ടതെന്നുണ്ടെങ്കിൽ യൂസ് ഡിഫറെൻറ്റ് ബില്ലിംഗ് അഡ്രസ്സ് എന്ന് കൊടുക്കുക. അവിടെ നമ്മുടെ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെയായിട്ട് ബില്ലിംഗ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റും അതിൻ്റെ ഷിപ്പിംഗ് ചാർജും ഒക്കെ ചേർത്തിട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പേ നൗ കൊടുത്ത് എമൗണ്ട് പേ ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇന്ത്യ പോസ്റ്റ് വഴിയാണോ അതോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് വഴിയാണോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തിക്കേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ചോദിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ലൊക്കേഷനിൽ കുറച്ച് ഫാസ്റ്റായിട്ട് എത്തുന്ന, നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തുന്ന സർവീസ് ഏതാണോ അത് ചൂസ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.